പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ 4th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് റിഡോക്സ് റിയാക്ഷൻ. ഈ ഒരു ചാപ്റ്റർ ഒരുപാട് എക്സ്പെരിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ കുട്ടികൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ചിൽഡ്രൻ ഡൂയിങ് എക്സ്പെരിമെൻറ്റ് ഇൻ ദ ലബോറട്ടറി. സെവറൽ കെമിക്കൽ റിയാക്ഷൻസ് ആർ കണ്ടക്റ്റഡ് ദർ. അതായത് ഒരു ലാബിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ ചെയ്യാറുണ്ട്. വാട്ട് ചേഞ്ചസ് ആർ ജനറലി ഒബ്സർവ്ഡ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെ കെമിക്കൽ ചേഞ്ചാണ് സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ ലെറ്റസ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ഈ റിയാക്ഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ പറയുന്നത്. ഫിഗർ 4.1 ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ടേക്ക് എ ട്രഫ് ആൻഡ് ഫിൽ 3/4 ഓഫ് ഇറ്റ് വിത്ത് വാട്ടർ. Add 2 drops of phenolphthalein into it and stir well. Cut a small piece of sodium and put it into trough carefully. അതായത് വാട്ടറിലേക്ക് സോഡിയം ആഡ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ് ഓൾറെഡി നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഇവിടെ എന്താ പറയുന്നത്, ഒരു ട്രഫിൽ 1/4 ഭാഗത്തോളം വെള്ളം എടുക്കുക, അതിലേക്ക് 2 ഡ്രോപ്പ് ഫിനോഫ്തലീൻ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഇളക്കാനാണ് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു സോഡിയത്തിൻ്റെ ഒരു ചെറിയ പീസ് ആ ട്രഫിലേക്ക് ഇടുക. ദെൻ വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഒബ്സർവ്ഡ്? ദ സൊല്യൂഷൻ ടേൺസ് പിങ്ക് അല്ലേ. അതായത് ആ ഫിഗർ 4.2 ആയ സമയത്തേക്ക് എന്ത് ചെയ്തു, ആ സൊല്യൂഷൻ്റെ കളർ ചേഞ്ച് ചെയ്തു, ഒരു പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. വാട്ട് ഈസ് എ റീസൺ? അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് ഔട്ട്. ഇവിടെ കെമിക്കൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 2Na + 2H2O gives 2NaOH + H2. അതായത് സോഡിയം വാട്ടറും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞ ആൽക്കലിയും ഹൈഡ്രജൻ ഗ്യാസുമാണ് ഇവിടെ കിട്ടുന്നത്. വാട്ട് ഈസ് ദ റീസൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പറയുന്നത്, ദ ഫിനോഫ്തലിൻ ഗീവ്സ് പിങ്ക് കളർ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ്. അതായത് ഈ സൊല്യൂഷന് പിങ്ക് നിറത്തിന് കാരണം നമ്മൾ ഫിനോഫ്തലിൻ ആഡ് ചെയ്തത് കൊണ്ടാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഫിനോഫ്തലിൻ ആൽക്കലിയിൽ പിങ്ക് കളറാണ് കാണിക്കുന്നത്. യു ഹാവ് ലേൺഡ് ദ കെമിക്കൽ ചേഞ്ചസ് ആർ അക്കോമ്പനീഡ് ബൈ എനർജി ചേഞ്ച് അല്ലേ. ഓൾറെഡി നമുക്കറിയാം എനർജി ചേഞ്ചസ് മൂലമാണ് ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡ്യൂറിങ് കെമിക്കൽ റിയാക്ഷൻ? അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം റിയാക്റ്റൻസ് പ്രൊഡക്റ്റായിട്ട് മാറുന്നതാണല്ലോ കെമിക്കൽ റിയാക്ഷൻ. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാസിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട്. ഡ്യൂറിങ് ദ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ ആൻഡ് burning paper, the total mass appears to be decreasing. Is this true? അതായത് ഒരു ഫ്യൂവൽ കത്തുന്ന സമയത്തോ അതേപോലെ പേപ്പർ കത്തുന്ന സമയത്തോ എന്ത് ചെയ്യുന്ന ടോട്ടൽ മാസ് ഡിക്രീസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻ്റാണ് ഇവിടെ പറയുന്നത്. ഫിഗർ 4.3 ദെൻ ടേക്ക് 20 ml ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ എ ബീക്കർ. ടേക്ക് 20 ml സോഡിയം സൾഫേറ്റ് സൊല്യൂഷൻ ഇൻ അനദർ ബീക്കർ. ഒരു ബീക്കറിൽ 20 ml ബേരിയം ക്ലോറൈഡും മറ്റൊരു ബീക്കറിൽ 20 ml സോഡിയം സൾഫേറ്റും എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലേസ് ബോത്ത് ദ ബീക്കേഴ്സ് ടുഗദർ ഓൺ ആൻ ഇലക്ട്രോണിക് ബാലൻസ് ആൻഡ് നോട്ട് ദ റീഡിങ്. അതായത് ഈ 2 സൊല്യൂഷനും ഈ രണ്ടും നമ്മൾ ഒരേ ടൈമിൽ എന്ത് ചെയ്യുക, ഒരു കോമൺ ഇലക്ട്രോണിക് ബാലൻസിൽ വെച്ചിട്ട് അതിൻ്റെ റീഡിങ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റീഡിങ് കാണുന്നത് 92.95 ഗ്രാമാണ് കാണിക്കുന്നത്. നൗ പോർ ദ സൊല്യൂഷൻ ഫ്രം വൺ ബീക്കർ ടു അതർ. വാട്ട് ഡു യു ഒബ്സർവ്? ഇത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അതായത് ഇപ്പോൾ 2 ബീക്കറിലാണ് ഇരിക്കുന്നത്, ആ ബീക്കറിനെ മിക്സ് ചെയ്തിട്ട് ഒരു ബീക്കറിലേക്ക് മാറ്റാനാണ്, അതായത് ഒരു സൊല്യൂഷൻ മറ്റ് ബീക്കറിലേക്ക് ഒഴിക്കാനാണ് പറയുന്നത്. ആ സമയത്ത് നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത് എ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോംഡ്. അതായത് അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാകുന്നുണ്ട്. ആഫ്റ്റർ സം ടൈം നോട്ട് ദ റീഡിങ് ഓഫ് ദ ഇലക്ട്രോണിക് ബാലൻസ് എഗെയിൻ. അതായത് ഇപ്പോൾ ഒരു ബീക്കറിലാണ് ഫുള്ള് 2 കമ്പോണൻറ്റും 2 സൊല്യൂഷനും ഉള്ളത്. അതിനുശേഷം അതിൻ്റെ റീഡിങ് നോക്കാനാണ് പറയുന്നത്. കമ്പയർ ദിസ് വിത്ത് ദ പ്രീവിയസ് റീഡിങ്. വാട്ട് ഈസ് യുവർ ഇൻഫറൻസ്? അതായത് ഫിഗർ 4.3 കാണിച്ചിട്ടുള്ള മാസ് എന്ന് പറഞ്ഞിട്ടുള്ള റീഡിങ് 92.95 ഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 സൊല്യൂഷനൂടെ മിക്സ് ചെയ്തു, ഒരു ബീക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് 2 ബീക്കറും കൂടെ അവിടെ ബാലൻസിൽ വെച്ച് വെയിറ്റ് നോക്കുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രീവിയസുള്ള അതേ റീഡിംഗ് തന്നെയാണ് കാണിക്കുന്നത്. ദ റീഡിംഗ് ഈസ് സെയിം. അതായത് റീഡിംഗ് 92.95 തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈസ് ദർ എനി ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ? അതായത് 92.95 ഗ്രാമാണല്ലോ 2ലും കാണിക്കുന്നത്, അതുകൊണ്ട് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ടോട്ടൽ മാസ്. In this chemical reaction, barium chloride react with sodium sulfate to form barium sulfate and sodium chloride. ഈ റിയാക്ഷനിൽ ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ആയിരിക്കും.
അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷനാണ് താഴെ കൊടുത്തിട്ടുള്ളത്. BaCl2 പ്ലസ് Na2SO4 ഗീവ്സ് BaSO4 പ്ലസ് 2NaCl. ഇനി ഇവിടെ മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. ടേക്ക് 20 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക്. ഡ്രോപ്പ് സം സിങ്ക് ഗ്രാനുൾസ് ഇൻ എ ബലൂൺ. ഫിക്സ് ദ ബലൂൺ ഫേംലി ടു ദ മൗത്ത് ഓഫ് ദ കോണിക്കൽ ഫ്ലാസ്ക് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. പ്ലേസ് ദ കോണിക്കൽ ഫ്ലാസ്ക് ഓൺ ആൻ ഇലക്ട്രോണിക് ബാലൻസ് ആൻഡ് നോട്ട് ദ മാസ്. അതായത് ഒരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് 20 ml ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുക. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സിങ്കിൻ്റെ ചെറിയ തരികൾ ഒരു ബലൂണിൽ സെറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ബലൂണിൽ സിങ്ക് തരികളാണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ മൗത്ത് നല്ലപോലെ എന്ത് ചെയ്യണം, അടിച്ചു വെക്കണം. ദെൻ കെയർഫുള്ളി റേസ് ദ ബലൂൺ ആൻഡ് ഡ്രോപ്പ് ദ സിങ്ക് ഗ്രാനുൾ ഇൻ ടു ദ ആസിഡ് ഇൻ ദ ഫ്ലാസ്ക്. അതായത് ഈ ബലൂൺ നമ്മൾ പൊക്കുന്ന സമയത്ത് ആ ബലൂണിലുള്ള സിങ്ക് ഗ്രാനുൾസ് എന്ത് ചെയ്യും, നേരെ ഫ്ലാസ്കിലേക്ക് വരും. ഫ്ലാസ്കിൽ ആരായിരിക്കുന്നത്, ഫ്ലാസ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നമുക്ക് ഓൾറെഡി അറിയാം ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിലുള്ള റിയാക്ഷൻ. വാട്ട് ഡു യു സീ? ബലൂൺ ഗെറ്റ്സ് ഇൻഫ്ലേറ്റഡ്. നിങ്ങൾ 8th ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും റിയാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഹൈഡ്രജൻ ഗ്യാസ് മുകളിലേക്ക് വന്ന് ബലൂണിൽ നിറയുമ്പോൾ ബലൂൺ എന്ത് ചെയ്യും, വീർത്ത് വരും. ബലൂൺ ഗെറ്റ്സ് ഇൻഫ്ലേറ്റഡ്. നോട്ട് ദ റീഡിംഗ് ഓഫ് ദ ഇലക്ട്രോണിക് ബാലൻസ്. കമ്പയർ ദിസ് റീഡിംഗ് വിത്ത് ദ പ്രീവിയസ് വൺ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ്? അതായത് അവിടെ റീഡിങ് ഫിഗർ 4.5 കാണിച്ചിരിക്കുന്നത് 94.55 ആണ്. ഫിഗർ 4.6 സെയിം റീഡിംഗ് തന്നെയാണ് കാണിക്കുന്നത്. അതായത് നോ ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ്. ഹൈഡ്രജൻ ഗ്യാസ് കളക്റ്റഡ് ഇൻ ബലൂൺ. അല്ലേ, ഹൈഡ്രജൻ ഗ്യാസ് ഈ ബലൂണിൽ കളക്ട് ചെയ്യുന്നുണ്ട്. വിച്ച് ഗ്യാസ് ഈസ് കളക്റ്റഡ് ഇൻ ദ ബലൂൺ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ, ഹൈഡ്രജൻ. ലെറ്റ് us റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. Zn പ്ലസ് 2HCl ഗീവ്സ് ZnCl2 പ്ലസ് H2. അതായത് ആ ഹൈഡ്രജൻ ഗ്യാസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ഷൻ നടത്തിയാൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും. വാട്ട് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദീസ് എക്സ്പെരിമെൻറ്റിലെ ഈ രണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ മാസ് ഈസ് സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷന് മുൻപേയും ശേഷവും ആ സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാസ് എപ്പോഴും സെയിം ആയിരിക്കും. ഡസ് ദ ടോട്ടൽ മാസ് ചേഞ്ച് ഡ്യൂറിങ് ദ കെമിക്കൽ റിയാക്ഷൻ? നോ. അതായത് കെമിക്കൽ റിയാക്ഷനിൽ സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാസിന് ഒരു വ്യത്യാസവും വരുന്നില്ല. The major products formed during the combustion of fuels and burning of paper are carbon dioxide and water vapor. അതായത് ബേണിംഗ് ഓഫ് കമ്പസ്റ്റൻ ഓഫ് ഫ്യൂൽസും അതേപോലെ പേപ്പർ ബേൺ ചെയ്യുന്ന സമയത്ത് പേപ്പർ കത്തിക്കുന്ന സമയത്തൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജർ പ്രൊഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും ആയിരിക്കും. They are lost in the atmosphere. If these products are collected without any loss and weighed, what will be the observation? അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടർ വേപ്പറും അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അവയെ അറ്റ്മോസ്ഫിയറിലേക്ക് നഷ്ടപ്പെടാതെ നമ്മൾ അതിനെ കളക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ടോട്ടൽ മാസ് സെയിം ആയിരിക്കും. ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ ടോട്ടൽ മാസ് ഇൻ സച്ച് എക്സ്പെരിമെൻറ്റ് ടു. അങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റിൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ടോട്ടൽ മാസ് സെയിം ആയിരിക്കും. Based on experiments and observation, the French scientist Antonio Lavoisier stated law of conservation of mass. Based on this law, അതായത് അന്റോണിയോ ലവോസിയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നിയമപ്രകാരം ഈ ലോ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ദി ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ മാസ് പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് ലവോസിയെ പറഞ്ഞിട്ടുള്ളത്. ദ ടോട്ടൽ മാസ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. വൈ? ലെറ്റസ് എക്സാമിൻ. അല്ലേ, എന്തുകൊണ്ടാണ് ഈ ടോട്ടൽ മാസ് ചേഞ്ച് ചെയ്യാത്തത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ്, ദ അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് യൂസിങ് ദ യൂണിറ്റ് യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ്. അതായത് ഒരു എലമെൻറ്റിന് നമ്മൾ ഓൾറെഡി പീരിയോഡിക് ടേബിളിലൊക്കെ പഠിച്ചിട്ടുള്ള എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പറാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ്സാണ്. ഈ ആറ്റോമിക് മാസ് സാധാരണയായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫൈഡ് ആറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ യു എന്ന ലെറ്റർ കൊണ്ടാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. You are familiar with the chemical reaction in which hydrogen having atomic mass 1U and oxygen having atomic mass 16U combine together to form water. Let us write the equation of this chemical reaction. നമുക്കറിയാം ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് വാട്ടർ കിട്ടുന്നത്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1U ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16U ആണ്. അതിൻ്റെ കെമിക്കൽ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2H2 plus O2 gives 2H2O. See the symbolic representation of this chemical reaction given below. ഇവിടെ ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് 2H2 എന്നുള്ളത് നമുക്കറിയാം എന്താ,
രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ, ഹൈഡ്രജൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. അപ്പോൾ രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുക. അങ്ങനെയുള്ള രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും, അതായത് ഓരോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും മാസ് എന്ന് പറഞ്ഞാൽ 1U ആയിരിക്കും. ദെൻ ഓക്സിജനും ആൾസോ ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. രണ്ട് ഓക്സിജൻ ആറ്റം കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്ത്. അങ്ങനെ രണ്ട് ഓക്സിജൻ ആറ്റങ്ങളും കൂടി ചേർന്ന് നമുക്ക് കിട്ടുന്നത് രണ്ട് വാട്ടർ മോളിക്യൂളാണ്. അതായത് HOH എന്ന് പറയാം, അല്ലെങ്കിൽ H2 എന്ന് പറയുന്നത് അല്ലേ. ഇനി ഒരു ടേബിൾ, ആ ഒരു ഫിഗർ നോക്കിയിട്ട് ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ പറയുന്നുണ്ട്. ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2H2 എന്ന് പറയുമ്പോൾ അവിടെ 4U ആയിരിക്കും. അതായത് 4 ഹൈഡ്രജനാണ് അവിടെ കമ്പൈൻ ചെയ്യുന്നത്. ദെൻ 32U ആയിരിക്കും. രണ്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്ന സമയത്ത്, അത് രണ്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുമ്പോൾ 32U കിട്ടും. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ 4U + 32U ദാറ്റ്സ് ഈക്വൽ ടു 36U ആയിരിക്കും. ദെൻ ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ 16U + 1 + 1 അതായത് 18U ആയിരിക്കും. ഒരു ഓക്സിജനും രണ്ട് ഹൈഡ്രജനും കമ്പൈൻ ചെയ്യുമ്പോൾ. അതേപോലെ രണ്ട് വാട്ടർ മോളിക്യൂൾ ഉള്ളത് കൊണ്ട് 18U + 18U ദാറ്റ്സ് ഈക്വൽ ടു 36U ആയിരിക്കും. ആ ടേബിളിൽ ഫില്ല് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ ഈക്വൽ. When reactants combines in a specific mass proportion to form products, the atoms in them undergo a rearrangement. അതായത് റിയാക്റ്റൻസ് ഒരു സ്പെസിഫിക് മാസ് പ്രൊപ്പോർഷനിൽ പ്രൊഡക്റ്റായി മാറുന്ന സമയത്ത് ആറ്റത്തിൽ ഒരു റീഅറേഞ്ച് ആണ് നടക്കുന്നത്. ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓർ ഇൻ ദ ടോട്ടൽ മാസ്. അതായത് ആറ്റത്തിൻ്റെ എണ്ണത്തിലോ ആറ്റത്തിൻ്റെ മാസിലോ ഒരു വ്യത്യാസവും വരുന്നില്ല. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക മാത്രമേ ചെയ്യപ്പെടുന്നുള്ളൂ. ഇത് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു എക്സാമ്പിളൂടെ കൊടുത്തിട്ടുണ്ട്. കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം കാർബൺ ഡയോക്സൈഡ്. അനലൈസ് ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ. അതായത് ഈ കെമിക്കൽ റിയാക്ഷന് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡാണ് ഫോം ചെയ്യുന്നത്. കാർബണിൻ്റെ ആറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12U ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16U ആണ്. ഇവിടെ രണ്ട് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് 16 + 16. ദെൻ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 2O, രണ്ട് ഓക്സിജനും ഒരു കാർബണുമാണ് കിട്ടുക, CO2 എന്ന് പറഞ്ഞാൽ. ദെൻ അവിടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ടോട്ടൽ മാസ് ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12U + 32U, അതായത് 16ഉം 16ഉം ആഡ് ചെയ്യുമ്പോൾ 32U ദാറ്റ്സ് ഈക്വൽ ടു 44U ആണ്. ദെൻ ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16U + 12U + 16U ദാറ്റ്സ് ഈക്വൽ ടു 44. അതായത് ഇവിടെ ഒരു നമ്മുടെ ഇൻഫറൻസ് പറയാൻ പറയുന്നുണ്ട്. ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ആൻഡ് ദ ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്ട്സ് ആർ സെയിം. ഇത് നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ടൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ തന്നിട്ടുള്ളത്. മീഥേൻ കെമിക്കൽ ഫോമുല CH4 ആണ്. ബേൺസ് ഇൻ എയർ ടു ഫോം കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ വേപ്പർ. ദ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഗിവൺ ബിലോ. ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മീഥേൻ എന്ന് പറഞ്ഞാൽ CH4 ആണ്. ഒരു കാർബൺ 4 ഹൈഡ്രജൻ ആറ്റവുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. ദെൻ +O2, അതായത് ബേൺ ചെയ്യുക, കത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജനുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അതായത് ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറയുന്നുണ്ട്. റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എഴുതുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? CH4 മീഥേൻ + 2O2 രണ്ട് ഓക്സിജനുമായിട്ടാണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CO2 ആണ് അല്ലേ. OCO എന്ന് കൊടുത്തിട്ടുണ്ട്. CO2 അഥവാ കാർബൺ ഡൈ ഓക്സൈഡും അതിൻ്റെ കൂടെ രണ്ട് വാട്ടർ മോളിക്യൂളും H2O 2H2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? CH4 + 2O2 gives CO2 + 2H2. ഇങ്ങനെയാണ് കെമിക്കൽ ഇക്വേഷൻ എഴുതുന്നത്. then അവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ചെക്ക് വെദർ ദിസ് കെമിക്കൽ റിയാക്ഷൻ ഒബേസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യുന്നുണ്ടോ എന്നാണ്. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസും ടോട്ടൽ മാസ് ഓഫ് പ്രോഡക്റ്റും ഈക്വൽ ആണെന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CH4ൻ്റെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 12 + 4 = 16. ദെൻ ഓക്സിജൻ്റെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ 16, ഓരോ ഓക്സിജൻ്റെയും 16 ആണ്. അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ 4 × 16 ദാറ്റ്സ് ഈക്വൽ ടു 64. ദെൻ പ്രൊഡക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 16 + 12 + 16 പ്ലസ് അതേപോലെ H2 എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ്റെത് 16 ആണ്. ദെൻ അതിൻ്റെ കൂടെ ഓരോ ഓക്സിജൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പോൾ 18 ആയിരിക്കും അല്ലേ. + 218 ആണ് അവിടെ വരിക. അപ്പോൾ ടോട്ടൽ മാസ് എങ്ങനെയായിരിക്കും? അവിടെ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആണ്. അതായത് എത്രയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 16 + 64 എന്ന് പറയുന്ന സമയത്ത് 80 ആയിരിക്കും വരിക. അതേപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ അതും എത്രയായിരിക്കും? 80 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ.
അതായത് ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. സോ ദിസ് കെമിക്കൽ റിയാക്ഷൻ ഒബേ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.